എങ്ങനെയുണ്ടായിരുന്നോ ലാസ്റ്റ് വീക്ക്? എനിക്ക് നല്ല ത്രിൽ ഉണ്ടായിരുന്നു. എന്റെ അനുഭവത്തിന് ഞാൻ പറയണത്. പിന്നെ കുറെ ആൾക്കാർ ഫ്രം ഡിഫറെന്റ് ഫീൽഡ്സ് വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ഇവരെ നോക്കിയിട്ട് ഇവിടെ മനസ്സിൽ എന്താണ് അതൊക്കെ സ്ലോലി അറിഞ്ഞ എല്ലാവരെ ഞാൻ ശ്രദ്ധിക്കണ്ട കേട്ടാ. എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കും. ഒരാഴ്ച കൊണ്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിഞ്ഞോ? മൈ ഗോഡ്, ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. എനിക്കൊന്നും ചായ വേണം, അത് കിട്ടത്തില്ല. ഞാനിപ്പോ പോയി എടുത്തിട്ട് വരണോ? ഞാൻ നിന്റെ അടിമേ. അല്ല, അങ്ങനെയല്ല, രാവിലെ പാല് കിട്ടത്തില്ല, അത് മാത്രം ഒരു പ്രോബ്ലമാണ്. അല്ലെങ്കിൽ നല്ലതാണ്. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. വേറെ എവിടെയെങ്കിലും ഏർപ്പാടാക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത ബിഗ് ബോസ് മുതൽ ഞങ്ങളൊരു പശുവിനെ കൂടെ വാങ്ങിച്ചു തരാം. വേണ്ട. അവിടുത്തെ പശുക്കൾക്ക് ഒരു മൂരി സ്വഭാവ. അപ്പൊ രാവിലെ പോയി കറന്ന് കുടിക്കാം. ഓക്കെ, സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. എന്തായാലും നാളെ ഒരാൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. നേരാണോടി നീ പറഞ്ഞത്? അങ്ങനെ ഓരോ ആഴ്ച പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ പോവൂല. എന്താണ്, ഒരു ഷൂസും കൂടെ വേണോ? അത് വേണോ? വേണം. അത് തന്നാൽ അതിട്ടൊന്ന് നടക്കോ? അതിട്ട് നടക്കാം. പക്ഷെ ഇതെന്റെ കാലി കേരളത്തില്ല ലാലേട്ടാ. ചൈന ഭാഷ പറയുന്നോടാ. ഒരു പേരെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നോ? ഒന്നെന്ന് പറഞ്ഞോണ്ടല്ലേ. അങ്ങനെ പറയാം. എന്റെ ശീലം നിനക്കറിയാലോ. ഒരു ഷൂ മതി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഞാൻ നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ഷൂ ഇട്ട് നടക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ കുറച്ചൊന്ന് ഡൗൺ ടു എർത്ത് ആയി നോക്കി. ഞാൻ പോവാ. നീ പോലെ ബുദ്ധി ഇല്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? ഇവൻ ആരുടെ കാര്യം പറയണേ? പറ്റത്തില്ല ഏട്ടാ, എന്റെ വിരല് കയറുന്നില്ല. എന്റെ കൈ കയറുന്നുണ്ട്, പക്ഷെ എന്റെ കാലിന്റെ പകുതി പോലും.